നമ്മൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൻ്റെ കഥ എടുത്ത് നോക്ക്. അതിനകത്ത് എവിടെയാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞ ഒറ്റ പാർട്ടിയാണ്, ബി ജെ പി ആണ്. ഇപ്പോൾ തൃശ്ശൂരിൽ 9 പേര് ഒരു ഫ്ലാറ്റിൽ വന്നു. അപ്പോൾ ഞാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചു, 9 പേര് ഒരു ഫ്ലാറ്റിൽ വന്നു, പട്ടിക പ്രശ്നമാണല്ലോ, നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് പരാതിയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പലതരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ പഞ്ചായത്ത് ഇലക്ഷൻ തിരക്കിലാണ്, നേരത്തെ അജിംസ് പറഞ്ഞത്. രണ്ടാമത്, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂടെയുള്ള, അവർക്ക് വോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ വോട്ടിനെ കുറിച്ചാണ് അവരുടെ ഉറപ്പ്. CPIഎമ്മിനെയും കോൺഗ്രസും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വോട്ടുകൾ ഒഴിവാക്കാൻ അവരല്ലാതെ ശ്രമിക്കും നമ്മൾ കാണുന്നുള്ളൂ. ബി ജെ പി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുമല്ലോ. ആ കൂട്ടത്തിൽ അപ്പുറത്തെ വോട്ട് പോയാൽ പോട്ടെ എന്ന് ചിലപ്പോൾ അവർ വിചാരിച്ചിരിക്കും. നമ്മുടെ വോട്ടാണോ? അല്ല, പോട്ടെ. കോൺഗ്രസ് എന്താ വിചാരിക്കുക? നമ്മുടെ വോട്ടാണോ? അല്ലേ, പോട്ടെ. അങ്ങനെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട് ലോക്കൽ വസ്തു. അപ്പം അവരവരുടെ താല്പര്യത്തെ നിർത്തും. അതിനപ്പുറം പോയിട്ട് മനുഷ്യർ വ്യക്തിപരമായി നിങ്ങൾ ജാഗ്രത നിലനിർത്തിയാൽ നിങ്ങൾ കൊള്ളാം. ഇപ്പോൾ കേരളത്തിൽ ഈ SIR നടപ്പിലാക്കിയേ പറ്റൂ. കേരളം മൊത്തം കുഴഞ്ഞു മറിഞ്ഞ ഒരു സംസ്ഥാനമാണ്. അശ്വിനി കുമാർ ഉപാധ്യായ എന്ന് പറഞ്ഞൊരു BJP നേതാവ് സുപ്രീം കോടതി പോയി. കേരളത്തിൽ SIR നടത്തണം, കേരളം അത്രയും കുഴപ്പമാണ്, കേരളത്തിൽ അവരുടെ ഒരു ടാർഗറ്റ് ഏരിയ ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണ്, കേരളത്തിൻ്റെ മൊത്തം ഡെമോഗ്രഫി അപകടകരമാണ് എന്ന് നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്ന BJPക്കാർ നമ്മൾ കാണുന്നുണ്ട്. സൂക്ഷിച്ചോ, കേരളം പോലെ ആകാൻ പോവുകയാണ് നമ്മൾ. കേരളം ഈ പറഞ്ഞ ഭീകരവാദത്തിൻ്റെ നഴ്സറിയാണ്. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അധികാരവും പവറും ഉണ്ട്, മണി അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ കേരളം ഒരു ടാർഗറ്റാണ്. ആ കേരളത്തിൽ അവരെ എക്സ്ക്ലൂഷൻ ആലോചിക്കുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്ന എല്ലാവരും ആലോചിച്ചോ കൊള്ളാം. രണ്ടാമത്, കേരളം മുഴുവൻ ഇവർ ഈ പരിപാടി നടപ്പിലാക്കാൻ പോകുന്നതല്ല. നമ്മൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൻ്റെ കഥ എടുത്ത് നോക്ക്. അതിനകത്ത് എവിടെയാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞ ഒറ്റ പാർട്ടിയാണ്, ബി ജെ പി ആണ്. ഇപ്പോൾ തൃശ്ശൂരിൽ 9 പേര് ഒരു ഫ്ലാറ്റിൽ വന്നു. അപ്പോൾ ഞാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചു, 9 പേര് ഒരു ഫ്ലാറ്റിൽ വന്നു, പട്ടിക പ്രശ്നമാണല്ലോ, നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് പരാതിയില്ല. UDFനും പരാതിയുണ്ട്, LDFനും പരാതിയുണ്ട്, അവർക്ക് മാത്രം പരാതിയില്ല. വോട്ടർ പട്ടിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തൊരിടത്തും BJPക്ക് മാത്രം പരാതിയില്ല. കാരണം എന്താണ്? BJP ആണ് അതിൻ്റെ ബെനിഫിഷ്യറി, അതിൻ്റെ ഗുണഭോക്താവ് BJP ആണ്. പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിരുന്നു അത് വയനാട്ടിൽ നടത്തണമെന്നൊക്കെ. പക്ഷേ അതിനെക്കുറിച്ച് വയനാട്ടിൽ നടത്താൻ അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രശ്നമുള്ളവരെല്ലാം സത്യവാങ്മൂലം തരൂ എന്ന് കമ്മീഷൻ വന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞല്ലോ. BJP കൊടുത്തോ? കൊടുത്തില്ലല്ലോ. BJP സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല, അത് വെറുതെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ BJPക്ക് ഇവിടെ ചില പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിജയിക്കാമെന്ന് പ്ലാനുണ്ട്. കേരളം മുഴുവൻ ജയിക്കാമെന്ന് വിചാരിക്കുന്നില്ല. അവർക്ക് ചില പ്ലാനുണ്ട്. ആ മണ്ഡലങ്ങളെങ്കിലും മറ്റെല്ലാ കക്ഷികളും നോക്കി വെച്ചേക്കുക. അതാണ് ഞാൻ പറയുക. അവർക്ക് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായി വിജയിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞൊരു മാർക്ക് ചെയ്തിട്ടുള്ള അസംബ്ലി ആൻഡ് ലോക്സഭാ മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പൊതുപോട്ടെ, പട്ടിക വരെയാണ്. അസംബ്ലി ആൻഡ് ലോക്സഭ അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. അവിടെ നിങ്ങൾക്ക് 4 കണ്ണുണ്ടാവുക. ഇല്ലെങ്കിൽ അവിടെ എന്തും സംഭവിക്കാം. കാരണം ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അട്ടിമറികളുടെയും അല്ലെങ്കിൽ അട്ടിമറി ആരോപണങ്ങളുടെയും ഗുണഭോക്താവ് BJP ആണ്.